ആഷിഖ് കപൂർ എന്ന ഡയറക്ടറിന്റെ ഒരു തട്ടിക്കൂട്ടായിട്ടാണ് റൈഫിൾ ക്ലബ് എന്ന സിനിമ എനിക്ക് ഫീൽ ചെയ്തത്. നല്ലൊരു സ്റ്റോറി സ്ട്രക്ചർ ഉണ്ടായി. അത് നല്ല അടിപൊളി സിനിമയായിരുന്നു ബാച്ചിലർ പാർട്ടി എന്ന സിനിമയൊക്കെ പോലെ. പക്ഷെ എന്തോ ഒരു ഇമ്പാക്ട് ഫീൽ ചെയ്തില്ല. 1 മണിക്കൂർ 54 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. വളരെ ഷോർട്ട് ആയിരുന്നെങ്കിൽ പോലും ഭയങ്കര എഴഞ്ഞെഴഞ്ഞു പോകുന്ന ഒരു ഫീലാണ് ഈ സിനിമയിൽ കിട്ടിയത്. ഫസ്റ്റ് ഹാഫ് ഒക്കെ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 10 മിനിറ്റ് കിട്ടിയ ഒരു ഇമ്പാക്ട് ഉണ്ട്. അത് കംപ്ലീറ്റ്ലി അങ്ങ് പോയി. പിന്നെ ഈ സിനിമ വീണ്ടും കൊളുത്തിയത് ഈ പടത്തിന്റെ ഇന്റർവെൽ ഒരു പഞ്ച് ഉണ്ട്. അത് വേറെ ലെവൽ സീക്വൻസ് ആയിരുന്നു. ആ സെക്കൻഡ് ഹാഫ് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഇങ്ങനെ പമ്പ് ചെയ്ത് തരും. പക്ഷെ വീണ്ടും സെക്കൻഡ് ഹാഫ് ഇങ്ങനെ ഒരു ഫ്ലാറ്റ് മോഡിൽ ഇങ്ങനെ അങ്ങ് പോകും. പിന്നെ വീണ്ടും കയറുന്നത് അവസാനത്തെ 10 മിനിറ്റ് ആണ്. നല്ല രീതിയിൽ എൻഗേജിംഗ് ആയിട്ട് മാറും. റൈഫിൾ ക്ലബ് എന്ന സിനിമയാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചത് ഒറ്റൊരു പേരാണ്. റൈറ്റേഴ്സ് ലിസ്റ്റിൽ ശ്യാം പുഷ്കരൻ എന്നൊരു പേര് കണ്ടപ്പോൾ ഈ സിനിമ കാണും കൂടുതലൊരു ഇൻട്രസ്റ്റ് കയറി. സോ ആ ഒറ്റ വിശ്വാസത്തിലാണ് ഈ സിനിമയിൽ കയറിയത്. പക്ഷെ ഇതിന്റെ സ്ക്രീൻ പ്ലേ ഒട്ടും പേഴ്സണലി വർക്കൗട്ട് ആയില്ല. കണക്ഷൻ ഒട്ടും അങ്ങോട്ട് ഒരു ഫീൽ ചെയ്തില്ല. ക്യാരക്ടേഴ്സിന്റെ ഡെവലപ്മെന്റ് ആണെങ്കിലും ഇമോഷണലി വളരെ വീക്ക് ആയിട്ട് ഫീൽ ചെയ്തു. അതേപോലെ നറേഷനും ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആണ് തോന്നിയത്. ആഷിഖ് കപൂർ എന്ന ഡയറക്ടർ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വേറെ ഡിഫറെന്റ് ജോണേഴ്സ് ഇങ്ങനെ എടുത്ത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു സിനിമയിലും ആ ഒരു റെട്രോ മോഡ് കിട്ടാൻ ഹി ഹാസ് ഡൺ ഹിസ് ബെസ്റ്റ് വർക്ക് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് അത് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. പക്ഷെ ഇപ്പോഴും ആളുടെ ലാസ്റ്റ് ബെസ്റ്റ് വർക്ക് മായനദിയും വൈറസ് ആയിട്ട് തന്നെ എനിക്ക് തോന്നിയത്. ആഷിഖ് കപൂർ തന്നെയാണ് ഈ സിനിമയുടെ DOP കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിന്റെ അടിപൊളി വേറെ ലെവല് തന്നെയാണ്. ഇതിലെ ക്യാമറ വർക്ക്, ഇതിലെ വിഷ്വൽസ്, ഇതിലെ ഷോർട്സ്, ഇതിലെ ഫ്രെയിംസ് എല്ലാം ബെസ്റ്റ് തന്നെയാണ്. നമുക്ക് ആ ഒരു ക്ലാസിക് റെട്രോ വൈബ് നമുക്ക് നല്ല രീതിയിൽ അടിക്കും. വി സാജന്റെ എഡിറ്റിംഗ് ഡീസന്റ് ആയി തന്നെയായിരുന്നു. ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു ട്രാൻസിഷൻ സീക്വൻസ് ഉണ്ട്, അത് അടിപൊളിയായിരുന്നു. പക്ഷെ കുറച്ചും കൂടി സിനിമ ടൈറ്റ് ആക്കി പിടിക്കായിരുന്നു എന്ന് തോന്നി. റെക്സ് വിജിന്റെ മ്യൂസിക് അതാണ് ഈ ഹോൾ സിനിമയുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തത്. ഓരോ സീൻ അല്ലെങ്കിൽ ഒരു ഈ സിനിമയുടെ കംപ്ലീറ്റ്ലി സിനിമയുടെ മൂഡ് മാറ്റുന്നതില് ബാക്ക്ഗ്രൗണ്ട് വർക്ക് തന്നെയായിരുന്നു. അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വീണ്ടും കേൾക്കാനായിട്ട് നമുക്ക് വീണ്ടും ഈ സിനിമ കാണാൻ പറ്റും. പിന്നെ ഈ പടത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന കളറിംഗ് ആണെങ്കിലും ലൈറ്റിംഗ് ആണെങ്കിലും എല്ലാം വളരെ ആപ്റ്റ് ടു ടോൺ ഓഫ് ദ ഫിലിം ആയിരുന്നു. പിന്നെ ഒരു ലോഡ് ക്യാരക്ടേഴ്സ് ഉണ്ട് സിനിമയുടെ അകത്ത്. കാസ്റ്റിംഗ് പക്കയായിരുന്നു. പക്ഷെ ഒട്ടും ഒരു മെമ്മറബിൾ ആയ ക്യാരക്ടർ ഈ സിനിമയുടെ അകത്ത് തോന്നിയില്ല, വീക്ക്ലി റിട്ടേൺ ആയതുകൊണ്ട്. പക്ഷെ ആ ഒരു ചെറിയ സമയം കൊണ്ട് ഹനുമാൻ കൈൻഡ് ഒരു ബിഗ് ഇമ്പാക്ട് തന്നെ ക്രിയേറ്റ് ചെയ്തു. ആ ഉള്ള സീൻസ് എല്ലാം കൊണ്ടുപോയി. വീക്ക്ലി റിട്ടേൺ ആണെങ്കിൽ പോലും. അതേപോലെ തന്നെ അനുരാഗ് കശ്യപ്പും ആ വില്ലൻ റോളിൽ തകർത്തു. പിന്നെ ദിലീഷ് പോത്തൻ, വിജയരാഘവൻ, വാണി വിശ്വനാഥ്, സുരഭി ലക്ഷ്മി, ദർശന രാജേന്ദ്രൻ, സുരേഷ് കൃഷ്ണ, വിനീത് കുമാർ, ഉണ്ണിമായ പ്രസാദ്, സെന ഹെഗഡെ, റംസാൻ, നവനി ദേവാനന്ദ് ഇവരെല്ലാവരും അവരുടെ റെസ്പെക്ടീവ് റോൾസിൽ വളരെ ഡീസന്റ് ആയിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓവറോൾ ഈ പടം എനിക്ക് പേഴ്സണലി വർക്ക്ഔട്ട് ആയില്ല. പക്ഷെ എല്ലാവരും പോയി ട്രൈ ചെയ്ത് തന്നെ കാണുക.